വനിതാ സംവരണ ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ചർച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ്. പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. ബില്ലിനെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി. രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കാൻ ശ്രമമെന്നും ഇതിനായി സ്ത്രീകളെ മറയാക്കുന്നുവെന്നും ലോക്സഭയിൽ രാഹുൽ ഗാന്ധി. മോദി ജാലവിദ്യക്കാരനെന്നും വിമർശിച്ചതിൽ ബഹളം വെച്ച് ഭരണപക്ഷം. അതൃപ്തി രേഖപ്പെടുത്തി സ്പീക്കർ. ഇരട്ട പൗരത്വ വിവാദത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശം. ഉത്തർപ്രദേശ് പോലീസോ കേന്ദ്ര ഏജൻസിയോ അന്വേഷിക്കണമെന്നും നിർദ്ദേശം. നടപടി BJP പ്രവർത്തകന്റെ ബ്രിട്ടീഷ് പൗരത്വം ആരോപിച്ചുള്ള ഹർജിയിൽ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പരസ്യ പ്രതികരണത്തിന് ഹൈക്കമാൻഡിന്റെ കർശന വിലക്ക്. ഫലം വരുന്നതുവരെ ചർച്ചകൾ പാടില്ലെന്ന് നേതൃത്വം. ഹൈക്കമാൻഡ് നേതാക്കളെ കാണാൻ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ. സന്ദർശനം കേരളത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ടല്ല എന്ന് ചെന്നിത്തല. മുഖ്യമന്ത്രി പദവിയിൽ പക്ഷം പിടിക്കില്ലെന്ന് മുസ്ലിം ലീഗ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ നാസിക് ശാഖയിൽ നടന്ന പീഡന മതപരിവർത്തനത്തിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിച്ചെന്ന് റിപ്പോർട്ട്. സംഘടിതമായ നിർബന്ധിത മതപരിവർത്തനം ഭീകരപ്രവർത്തനമായി കാണണമെന്ന് സുപ്രീംകോടതിയിൽ ഹർജി. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. വയനാട്, ഇടുക്കി ജില്ലയിൽ ഒഴികെ 12 ജില്ലകളിലും യെല്ലോ അലർട്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും താപനില ഉയരും. വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ KSEB ഉന്നതതല യോഗം തുടരുന്നു.